10:5:24 പ്രഭാതമുരളി ബാബ് ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബയ്ക്ക് സമാനം ദയാഹൃദയരാകൂ. ദയാഹൃദയരായ കുട്ടികൾ എല്ലാവരെയും ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിച്ച് പതിതത്തിൽ നിന്നും പാവനമാക്കുന്നതിൻ്റെ സേവനം ചെയ്യും. ചോദ്യം: മുഴുവൻ ലോകത്തിൻ്റെയും ആവശ്യം എന്താണ്? അത് ബാബയ്ക്കല്ലാതെ മറ്റാർക്കും പൂർത്തീകരിക്കുവാൻ സാധിക്കില്ല. ഉത്തരം: മുഴുവൻ ലോകത്തിൻ്റെയും ആവശ്യമാണ് ശാന്തിയും സുഖവും ലഭിക്കണം എന്നത്. എല്ലാ കുട്ടികളുടെയും വിളി കേട്ട് ബാബ വരുന്നു. ബാബ പരിധിയില്ലാത്തതാണ്. അതിനാൽ ആ ഒന്നിന് വളരെയധികം ചിന്തയുണ്ട്. എൻ്റെ കുട്ടികൾ എങ്ങനെ ദുഃഖിതരിൽ നിന്നും സുഖിയാകും? ബാബ പറയുന്നു, കുട്ടികളെ, പഴയ ലോകവും എൻ്റേതാണ്. എൻ്റെ തന്നെ കുട്ടികളാണ് എല്ലാവരും. ഞാൻ എല്ലാവരെയും ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാനായി വന്നിരിക്കുന്നു. ഞാൻ മുഴുവൻ ലോകത്തിൻ്റെയും യജമാനനാണ്. ഇതിനെ എനിക്ക് തന്നെയാണ് പതിതത്തിൽ നിന്നും പാവനമാക്കേണ്ടത്. ഓം ശാന്തി. ബാബ കുട്ടികളെ പാവനമാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ബാബയോട് സ്നേഹം വേണം. സഹോദരന്മാർക്ക് പരസ്പരം സ്നേഹമുണ്ടായിരിക്കുന്നത് ശരിയായ കാര്യമാണ്. ഒരു പിതാവിൻ്റെ കുട്ടികളേവരും പരസ്പരം സഹോദരന്മാരാണ്. എന്നാൽ പാവനമാക്കുന്നവൻ ഒരു പിതാവ് തന്നെയാണ്. അതിനാൽ എല്ലാ കുട്ടികളുടെയും സ്നേഹം ഒരു പിതാവിലേക്ക് തന്നെയാണ് പോകുന്നത്. ബാബ പറയുന്നു, കുട്ടികളെ, എന്നെ മാത്രം ഓർമ്മിക്കൂ. നിങ്ങൾ സഹോദരന്മാരാണ് എന്നത് ശരിയാണ്. അപ്പോൾ തീർച്ചയായും ഷീർഖണ്ഡ്, അതായത് പാലും പഞ്ചസാരയും പോലെ തന്നെയായിരിക്കും. ഒരു പിതാവിൻ്റെ കുട്ടികളാണ്. ആത്മാവിൽ തന്നെയാണ് ഇത്രയും സ്നേഹമുള്ളത്. ദേവതാ പദവി പ്രാപ്തമാക്കുന്നു എന്നിരിക്കെ പരസ്പരം വളരെയധികം സ്നേഹം ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ സഹോദരന്മാരാകുന്നു. പിതാവിൽ നിന്നും സമ്പത്ത് നേടുന്നു. പിതാവ് വന്ന് പഠിപ്പിക്കുന്നു. ആര് മനസ്സിലാക്കേണ്ടവർ ആയിരിക്കുമോ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇത് സ്കൂളാണ് അഥവാ വലിയ യൂണിവേഴ്സിറ്റിയാണ്. ബാബ എല്ലാവർക്കും ദൃഷ്ടി നൽകുന്നു അഥവാ ഓർമ്മിക്കുന്നു. പരിധിയില്ലാത്ത ബാബയെ മുഴുവൻ ലോകത്തിലെ മനുഷ്യരായ എല്ലാ ആത്മാക്കളും ഓർമ്മിക്കുന്നു. ബാബയുടേത് തന്നെയാണ് മുഴുവൻ ലോകവും, പുതിയതും പഴയതും. പുതിയ ലോകം ബാബയുടേതാണെങ്കിൽ പഴയത് അല്ലെന്നാണോ? ബാബ തന്നെയാണ് എല്ലാവരെയും പാവനമാക്കുന്നത്. പഴയ ലോകവും എൻ്റേതാണ്. മുഴുവൻ ലോകത്തിൻ്റെയും യജമാനൻ ഞാൻ തന്നെയാകുന്നു. ഞാൻ പുതിയ ലോകത്തിൽ രാജ്യം ഭരിക്കുന്നില്ല, എന്നാൽ എൻ്റേതാണല്ലോ. എൻ്റെ കുട്ടികൾ എൻ്റെ ഈ വലിയ വീട്ടിലും വളരെയധികം സുഖമുള്ളവരായി കഴിയുന്നു. പിന്നെ ദുഃഖവും നേടുന്നു. ഇത് കളിയാണ്. ഈ മുഴുവൻ പരിധിയില്ലാത്ത ലോകവും നമ്മുടെ വീടാണ്. ഇത് വലിയ അരങ്ങാണല്ലോ. ബാബയ്ക്കറിയാം, മുഴുവൻ വീട്ടിലും എൻ്റെ കുട്ടികളുണ്ട്. മുഴുവൻ ലോകത്തെയും നോക്കുന്നു. എല്ലാവരും ചൈതന്യമാണ്. എല്ലാ കുട്ടികളും ഈ സമയത്ത് ദുഃഖിതരാണ്. അതിനാൽ വിളിക്കുന്നു, ബാബ നമ്മളെ മോശവും ദുഃഖിയുമായ ലോകത്തിൽ നിന്നും ശാന്തിയുടെ ലോകത്തിലേക്ക് കൊണ്ടുപോകൂ. ശാന്തി ദേവ. ബാബയെ തന്നെയാണ് വിളിക്കുന്നത്. ദേവതമാരോട് പറയുക സാധ്യമല്ല. ആ ഒന്ന് സർവരുടെയും പിതാവാണ്. ആ ഒന്നിന് മുഴുവൻ സൃഷ്ടിയുടെയും ചിന്തയുണ്ട്. പരിധിയില്ലാത്ത വീടാണ്. ബാബയ്ക്കറിയാം, ഈ പരിധിയില്ലാത്ത വീട്ടിൽ ഈ സമയം എല്ലാവരും ദുഃഖിതരാണ്. അതിനാൽ ശാന്തി ദേവ, സുഖദേവ എന്ന് വിളിക്കുന്നു. 2 വസ്തുക്കളാണല്ലോ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ അറിയുന്നുണ്ട്, നമ്മൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സുഖത്തിൻ്റെ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. ബാബ വന്ന് നമുക്ക് സുഖവും നൽകുന്നു, ശാന്തിയും നൽകുന്നു. സുഖശാന്തി നൽകുന്ന മറ്റാരുമില്ല. ബാബയ്ക്ക് തന്നെയാണ് ദയവുണ്ടാകുന്നത്. ആ ഒന്ന് പരിധിയില്ലാത്ത പിതാവാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബയുടെ കുട്ടികളായ നമ്മൾ പവിത്രമായിരുന്നപ്പോൾ വളരെയധികം സുഖം അനുഭവിക്കുന്നവരായിരുന്നു. ഇപ്പോൾ അപവിത്രമായതിലൂടെ ദുഃഖിയാകുന്നു. കാമചിതയിലിരുന്ന് കറുപ്പും പതീതവുമായി മാറുന്നു. മുഖ്യമായ കാര്യം ഇതാണ്, ബാബയെ മറന്നു പോകുന്നു.
ആ പിതാവ് ഇത്രയും ഉയർന്ന പദവി നൽകി. നീ മാതാവും പിതാവും എന്ന് പാടുകയും ചെയ്യുന്നു. അളവറ്റ സുഖമുണ്ടായിരുന്നു. അത് വീണ്ടും നിങ്ങൾ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇപ്പോൾ അളവറ്റ ദുഃഖമാണ്. ഇത് തമോ പ്രധാന ലോകമാണ്. വിഷയസാഗരത്തിൽ മുങ്ങി താന്നുകൊണ്ടിരിക്കുന്നു. ഒന്നും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ അറിവ് വന്നു കഴിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇത് രൗരവ നരകമാണ്. ബാബ കുട്ടികളോട് ചോദിക്കുന്നു, ഇപ്പോൾ നിങ്ങൾ നരകവാസിയാണോ അതോ സ്വർഗവാസിയാണോ? ആരെങ്കിലും മരിക്കുമ്പോൾ ഉടൻ പറയും സ്വർഗവാസിയായി. അതിനർത്ഥം എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ദൂരെയായി എന്നാണ്. പിന്നെ നരകത്തിലെ വസ്തുക്കൾ അയാളെ എന്തിനു കഴിപ്പിക്കുന്നു? ഇതും മനസ്സിലാക്കുന്നില്ല. ബാബ വന്ന് സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. കുട്ടികളായി നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഞാൻ നിങ്ങളെ ഈ നോളജ് കേൾപ്പിക്കുന്നു. എന്നിൽ തന്നെയാണ് ഈ നോളജ് ഉള്ളത്. ജ്ഞാനസാഗരം ഞാനാകുന്നു. ഇവർ ശാസ്ത്രങ്ങളുടെ അതോറിറ്റിയാണ് എന്ന് പറയുന്നു. എന്നാൽ അതും ആത്മാക്കളാണല്ലോ. ഇതും മനസ്സിലാക്കുന്നില്ല. പിതാവിനെ കുറിച്ച് പോലും അറിയില്ല. വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്ന ബാബയെക്കുറിച്ച് പറയുന്നു, കല്ലിലും മൺകട്ടയിലും എല്ലാം ഉണ്ട് എന്ന്. വ്യാസ ഭഗവാൻ എന്തെല്ലാം കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. മനുഷ്യർക്ക് യാതൊന്നും അറിയില്ല. തികച്ചും ഓർഫനായി പരസ്പരം അടിയും വഴക്കും കൂടിക്കൊണ്ടിരിക്കുന്നു. രചയിതാവായ ബാബയെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തെയും ആരും അറിയുന്നില്ല. ബാബ തൻ്റെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെയും രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. മറ്റാർക്കും പറഞ്ഞു തരാൻ സാധിക്കില്ല. നിങ്ങൾ ആരോടും ചോദിക്കൂ, ആരെയാണോ ഈശ്വരൻ, ഭഗവാൻ, രചയിതാവ് എന്ന് പറയുന്നത്, ആ ഒന്നിനെ നിങ്ങൾ അറിയുന്നുണ്ടോ? കല്ലിലും മൺകട്ടയിലും ഈശ്വരനുണ്ട് എന്ന് പറയുന്നതാണോ അറിയുക എന്നത്? ആദ്യം സ്വയം തന്നെ മനസ്സിലാക്കൂ. മനുഷ്യൻ തമോ പ്രധാനമാണ്. അപ്പോൾ മൃഗങ്ങളും മറ്റുമെല്ലാം തമോ പ്രധാനമാണ്. മനുഷ്യൻ സതോ പ്രധാനമാണെങ്കിൽ എല്ലാം സുഖിയായി മാറും. മനുഷ്യൻ എങ്ങനെയായിരിക്കുമോ അതേപോലെയായിരിക്കും അയാളുടെ ഫർണിച്ചറും. ധനികരുടെ ഫർണിച്ചറും നല്ലതായിരിക്കും. നിങ്ങളാണെങ്കിൽ തീർത്തും സുഖമായ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഓരോ വസ്തുവും സുഖദായിയാണ്. അവിടെ ദുഃഖദായിയായ ഒരു വസ്തുവും ഉണ്ടായിരിക്കുന്നില്ല. ഈ നരകം മോശമായ ലോകം തന്നെയാണ്. ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, ഭഗവാൻ ഒന്ന് തന്നെയാണ്. ആ ഒന്ന് പതീത പാവനാണ്. സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. ദേവതമാരുടെ മഹിമയും പാടുന്നു, സർവഗുണസമ്പന്നം എന്ന്. ക്ഷേത്രങ്ങളിൽ പോയി ദേവതമാരുടെ ഉപമയും സ്വന്തം നിന്ദയും ചെയ്യുന്നു. കാരണം എല്ലാവരും ഭ്രഷ്ടാചാരികളാണ്. ശ്രേഷ്ഠാചാരിയും സ്വർഗവാസിയും ഈ ലക്ഷ്മി നാരായണനാണ്. എല്ലാവരും അവരുടെ പൂജ ചെയ്യുന്നു. സന്യാസിമാരും ചെയ്യുന്നു. സത്യയുഗത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ സന്യാസം പരിധിയില്ലാത്തതാണ്. പരിധിയില്ലാത്ത ബാബ വന്ന് പരിധിയില്ലാത്ത സന്യാസം ചെയ്യിക്കുന്നു. മറ്റത് ഹഠയോഗമാണ്, പരിധിയുള്ള സന്യാസം. ആ ധർമ്മം തന്നെ മറ്റൊന്നാണ്. ബാബ പറയുന്നു, നിങ്ങൾ തൻ്റെ ധർമ്മത്തെ മറന്ന് എത്ര ധർമ്മങ്ങളിലേക്ക് തള്ളിക്കയറി. തൻ്റെ ഭാരതത്തിൻ്റെ പേര് തന്നെ ഹിന്ദുസ്ഥാൻ എന്ന് വച്ചിരിക്കുന്നു. പിന്നെ ഹിന്ദു ധർമ്മം എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. വാസ്തവത്തിൽ ഹിന്ദു ധർമ്മം ആരും സ്ഥാപിച്ചിട്ടേയില്ല. മുഖ്യമായ ധർമ്മങ്ങൾ തന്നെ 4 ദേവി ദേവത, ഇസ്ലാം, ബൗദ്ധർ, ക്രിസ്ത്യൻ. നിങ്ങൾക്കറിയാം, ഈ മുഴുവൻ ലോകവും ഐലൻഡ് ആണ്. ഇതിൽ രാവണൻ്റെ രാജ്യമാണ്. രാവണനെ കണ്ടിട്ടുണ്ടോ? അതിനെ അടിക്കടി കത്തിക്കുന്നു. ഇത് ഏറ്റവും പഴയ ശത്രുവാണ്. നമ്മൾ എന്തുകൊണ്ട് കത്തിക്കുന്നു എന്നതും മനസ്സിലാക്കുന്നില്ല. അറിവ് വേണമല്ലോ. ഇതാരാണ്, എപ്പോൾ മുതൽ കത്തിച്ചു വന്നു, പരമ്പരയായി എന്ന് വിചാരിക്കുന്നു. അതിനും ഒരു കണക്ക് വേണമല്ലോ. നിങ്ങളെ ആരും അറിയുന്നതേയില്ല. നിങ്ങൾ ബ്രഹ്മാവിൻ്റെ സന്താനങ്ങളാണ്. നിങ്ങളോട് ചിലർ ചോദിക്കുന്നു, നിങ്ങൾ ആരുടെ കുട്ടികളാണ്? നമ്മൾ ബ്രഹ്മകുമാർ കുമാരിമാരാണ്. അപ്പോൾ ആ ഒന്നിൻ്റെ കുട്ടികളായല്ലോ.
ബ്രഹ്മാവ് ആരുടെ സന്താനമാണ്? ശിവബാബയുടെ. നമ്മൾ ആ ഒന്നിൻ്റെ പൗത്രരായി. എല്ലാ ആത്മാക്കളും ആ ഒന്നിൻ്റെ കുട്ടികളാണ്. പിന്നെ ശരീരത്തിലായിരിക്കവേ ആദ്യം ബ്രാഹ്മണനാകുന്നു. പ്രജാപിത ബ്രഹ്മാവുണ്ടല്ലോ. ഇത്രയും പ്രജകളെ എങ്ങനെ രചിക്കുന്നു? ഇത് നിങ്ങൾ അറിയുന്നു. ഇത് അഡോപ്ഷനാണ്. ശിവബാബ ബ്രഹ്മാവിലൂടെ അഡോപ്റ്റ് ചെയ്യുന്നു. മേളയും നടക്കുന്നു. വാസ്തവത്തിൽ മേള നടക്കേണ്ടത് ബ്രഹ്മപുത്ര വലിയ നദി സാഗരത്തിൽ പോയി ചേരുന്നയിടത്താണ്. ആ സംഗമത്തിലാണ് മേള നടക്കേണ്ടത്. ഈ മേള ഇവിടെയാണ്. ബ്രഹ്മാവ് ഇരിക്കുകയാണ്. നിങ്ങൾ അറിയുന്നുണ്ട്. പിതാവുമാണ്, മുതിർന്ന മമ്മയും ഇതാണ്. പക്ഷേ മെയിലാണ്. അതിനാൽ മമ്മയെ നിയോഗിച്ചു. നീ ഈ മാതാക്കളെ സംരക്ഷിക്കൂ. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സദ്ഗതി നൽകുന്നു. നിങ്ങൾക്കറിയാം, ഈ ദേവതമാർ ഡബിൾ അഹിംസകരാണ്. കാരണം അവിടെ രാവണൻ ഉണ്ടായിരിക്കുന്നതേയില്ല. ഭക്തിയിലൂടെ രാത്രി ഉണ്ടാകുന്നു, ജ്ഞാനത്തിലൂടെ പകൽ. ജ്ഞാനസാഗരം ഒരു പിതാവ് തന്നെയാണ്. ആ ഒന്നിനെക്കുറിച്ച് പിന്നെ സർവവ്യാപി എന്ന് പറയുന്നു. ബാബ തന്നെയാണ് വന്ന് ഇത് മനസ്സിലാക്കിച്ചു തരുന്നത്. കുട്ടികളെ തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. ശിവ ഭഗവാൻ വാച്ച ആണല്ലോ. ശിവജയന്തി ആഘോഷിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഒരാളിൽ വരുന്നു, പറയുന്നു, എനിക്ക് പ്രകൃതിയുടെ ആധാരം എടുക്കേണ്ടി വരുന്നു. ഞാൻ ഏതെങ്കിലും ചെറിയ കുട്ടിയുടെ ആധാരം എടുക്കുന്നില്ല. ശ്രീകൃഷ്ണൻ കുട്ടിയാണല്ലോ. ഞാൻ ആ ഒന്നിൻ്റെ, അതായത് കൃഷ്ണൻ്റെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ, അതും വാനപ്രസ്ഥ അവസ്ഥയിൽ പ്രവേശിക്കുന്നു. വാനപ്രസ്ഥ അവസ്ഥയ്ക്ക് ശേഷം തന്നെയാണ് മനുഷ്യർ ഭഗവാനെ സ്മരിക്കുന്നത്. എന്നാൽ ഭഗവാനെ യഥാർത്ഥമായി ആരും അറിയുന്നില്ല. അതിനാൽ ബാബ പറയുന്നു, യഥാ യഥാഹി. ഞാൻ ഭാരതത്തിൽ തന്നെയാണ് വരുന്നത്. ഭാരതത്തിൻ്റെ മഹിമ അപാരമാണ്. മനുഷ്യർക്ക് നോക്കൂ, ദേഹത്തിൻ്റെ എത്ര അഹങ്കാരമാണ്. ഞാൻ ഇന്നയാളാണ്, ഇതാണ് എന്നെല്ലാം. ഇപ്പോൾ ബാബ വന്ന് നിങ്ങളെ ദേഹി അഭിമാനിയാക്കുന്നു. മധുരമധുരമായ ആത്മീയ കുട്ടികൾക്ക് ആത്മീയ പിതാവിരുന്ന് ജ്ഞാനത്തിൻ്റെ എല്ലാ രഹസ്യവും പറഞ്ഞു തരുന്നു. ഇത് പഴയ ലോകമാണ്. സത്യയുഗമാണ് പുതിയ ലോകം. സത്യയുഗത്തിൽ ആദി സനാതന ദേവീ ദേവതാ ധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 5000 വർഷത്തിൻ്റെ കാര്യമാണ്. ശാസ്ത്രങ്ങളിൽ പിന്നെ വ്യാസൻ എഴുതിയിരിക്കുന്നു, കൽപ്പത്തിൻ്റെ ആയുസ് ലക്ഷക്കണക്കിനും ആയിരക്കണക്കിനും വർഷമാണ് എന്ന്. വാസ്തവത്തിൽ 5000 വർഷത്തിൻ്റേതാണ് കൽപ്പം. മനുഷ്യർ തീർത്തും അജ്ഞാനത്തിൻ്റെ കുംഭകർണ നിദ്രയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഈ കാര്യങ്ങൾ പുതിയവർ ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിനാൽ ബാബ പറയുന്നു, ഞാൻ എൻ്റെ കുട്ടികളോട് തന്നെയാണ് സംസാരിക്കുന്നത്. ഭക്തിയും നിങ്ങൾ തന്നെയാണ് ആരംഭിക്കുന്നത്. സ്വയം തന്നെയും ചാട്ടകൊണ്ടടിച്ചു. ബാബ നിങ്ങളെ പൂജ്യരാക്കി. നിങ്ങൾ പിന്നെ പൂജാരിയായി മാറുന്നു. ഇതും കളിയാണ്. ചില മനുഷ്യർ ലോലഹൃദയരാണ്. അവർ നാടകം കണ്ടാൽ പോലും കരയാൻ തുടങ്ങുന്നു. ബാബ പറയുന്നു, ആര് കരഞ്ഞുവോ അവർ നഷ്ടപ്പെടുത്തി. സത്യയുഗത്തിൽ കരയുന്നതിൻ്റെ കാര്യമേയില്ല. ഇവിടെയാണെങ്കിൽ ബാബ പറയുന്നു, കരയരുത്. കരയുന്നത് ദ്വാപര കലിയുഗത്തിലാണ്. സത്യയുഗത്തിൽ ഒരിക്കലും കരയുന്നില്ല. അവസാനം ആർക്കെങ്കിലും കരയാനുള്ള സമയം പോലും ഉണ്ടായിരിക്കില്ല. പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കും. അയ്യോ രാമ എന്നുപോലും പറയുവാൻ സാധിക്കില്ല. അല്പം പോലും ദുഃഖം ഉണ്ടാകാത്ത വിധം വിനാശം ഉണ്ടാകും. കാരണം ഹോസ്പിറ്റലിലും മറ്റും ഉണ്ടായിരിക്കില്ല. അതിനാൽ വസ്തുക്കൾ തന്നെ ഇങ്ങനെയുള്ളതാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, വാനരന്മാരുടെ സേനയായ നിങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു, രാവണൻ്റെ മേൽ ജയം നേടുന്നതിനായി. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് യുക്തി പറഞ്ഞു തരുന്നു. രാവണൻ്റെ മേൽ എങ്ങനെ ജയം നേടണം? എല്ലാ സീതമാരെയും രാവണൻ്റെ ചങ്ങലകളിൽ നിന്നും മോചിപ്പിക്കണം. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഭഗവാൻ ഉവാച. കുട്ടികളോട് തന്നെയാണ് ബാബ പറയുന്നത്, ഹിയർ നോ ഈവിൾ. ഏത് കാര്യങ്ങളുമായി നിങ്ങൾക്ക് ഒരു നേട്ടവുമില്ലയോ
അതിൽ നിന്നും നിങ്ങൾ തൻ്റെ കാതുകൾ അടയ്ക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രീമത്ത് ലഭിക്കുന്നു. നിങ്ങൾ തന്നെയാണ് ശ്രേഷ്ഠമാകുന്നത്. ഇവിടെയാണെങ്കിൽ ശ്രീയുടെ ടൈറ്റിൽ എല്ലാവർക്കും നൽകിയിരിക്കുന്നു. ശരി, എന്നിരുന്നാലും ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ബാബയെ ഓർമ്മിക്കൂ. എത്ര വണ്ടർഫുള്ളായ ജയപരാജയങ്ങളുടെ പരിധിയില്ലാത്ത കളിയാണിത്. അത് ബാബ തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ബാബയ്ക്ക് സമാനം ദയാഹൃദയർ ആകണം. സർവരെയും ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിച്ച് പതീതത്തിൽ നിന്നും പാവനമാക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. പാവനമാകുന്നതിനായി ഒരു ബാബയോട് വളരെ സ്നേഹം വയ്ക്കണം. ബാബ പറയുന്നു, ആര് കരഞ്ഞുവോ അവർ നഷ്ടപ്പെടുത്തി. അതിനാൽ എങ്ങനെയുള്ള സാഹചര്യമായിരുന്നാലും നിങ്ങൾ കരയരുത്. വരദാനം: സ്വയം തൻ്റെ രാജ്യത്തിലൂടെ തൻ്റെ സഹചാരികളെ സ്നേഹിയും സഹയോഗിയുമാക്കുന്ന മാസ്റ്റർ ദാതാവായി ഭവിക്കട്ടെ. രാജാവ് എന്നാൽ ദാതാവ്. ദാതാവിന് പറയുകയോ യാചിക്കുകയോ ചെയ്യേണ്ടി വരുന്നില്ല. ഓരോരുത്തരും സ്വയം രാജാക്കന്മാർക്ക് തങ്ങളുടെ സ്നേഹത്തിൻ്റെ സമ്മാനം ഓഫർ ചെയ്യുന്നു. താങ്കളും സ്വയം തൻ്റെ മേൽ രാജ്യം ഭരിക്കുന്ന രാജാവാകൂ. അപ്പോൾ ഓരോരുത്തരും താങ്കളുടെ മുന്നിൽ സഹയോഗത്തിൻ്റെ സമ്മാനം ഓഫർ ചെയ്യും. ആർക്ക് സ്വയം തൻ്റെ മേൽ രാജ്യമുണ്ടോ അവരുടെ മുന്നിൽ ലൗകികവും അലൗകികവുമായ സഹചാരികൾ ഹാജരാണ്. ശരി പ്രഭു, ഹാൻജി എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹിയും സഹയോഗിയുമാകുന്നു. പരിവാരത്തിൽ ഒരിക്കലും ഓർഡർ പുറപ്പെടുവിക്കരുത്. തൻ്റെ കർമ്മേന്ദ്രിയങ്ങളെ ഓർഡറിൽ വയ്ക്കണം. അപ്പോൾ താങ്കളുടെ സർവ സഹചാരികളും താങ്കളുടെ സ്നേഹിയും സഹയോഗിയുമായി മാറും. സ്ലോഗൻ: സർവ പ്രാപ്തികളുടെയും സാധനങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും വൃത്തി ഉപരാമം ആയിരിക്കട്ടെ. അപ്പോൾ വൈരാഗ്യവൃത്തിയുള്ളവർ എന്ന് പറയും. ഓം ശാന്തി. ഈ ദേഹമാകുന്ന ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ ആത്മാവ് ഒരു ചൈതന്യ ശക്തിയാണ്. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ ശുദ്ധവും പവിത്രവുമായ എൻ്റെ യഥാർത്ഥ സ്വരൂപം എനിക്ക് അനുഭവവേദ്യമാകുന്നു. ഈശ്വരൻ്റെ ധാമത്തിൽ നിന്നും ഈ കർമ്മക്ഷേത്രത്തിൽ വന്നപ്പോൾ എൻ്റെ ആത്മസ്വരൂപം അതിനിർമ്മലവും അതിപവിത്രവുമായിരുന്നു. എൻ്റെ ആ നിർമ്മലവും ശുദ്ധവുമായ സ്വരൂപത്തിൻ്റെ പരിപൂർണ അനുഭവം നേടുന്നതിന് ഞാൻ ശാന്തിയുടെ ധാമമായ ആ ജ്യോതി ദേശത്തിൽ ബ്രഹ്മതത്വം വ്യാപിച്ചിരിക്കുന്ന ആ ദിവ്യധാമത്തിൽ സങ്കല്പം കൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഈ ദിവ്യ ജ്യോതി ദേശത്തിൽ എൻ്റെ
ആന്തരിക നേത്രത്തിലൂടെ പരമാത്മാ സ്വരൂപം ദർശിക്കുന്ന മാത്രയിൽ പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ ആത്മാവിൽ ഉൾക്കൊള്ളപ്പെടുകയാണ്. അനന്യഭാവത്തിൽ ആ പരമാത്മാ സ്വരൂപത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ അനിർവചനീയമായ ദിവ്യ അലൗകിക സ്നേഹത്തിൽ ഞാൻ ലയിച്ചു ചേരുന്നു. സർവബന്ധനമുക്തവും ആനന്ദമയവുമായ സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. ഈ ദിവ്യവും അലൗകികവുമായ ഈശ്വരീയ പ്രാപ്തികളുടെ അനുഭവം സംഗമയുഗത്തിലെ സർവശ്രേഷ്ഠ ഭാഗ്യമാണ്. സാകാര സൃഷ്ടിയിലെ എൻ്റെ സഹോദര ആത്മാക്കൾക്കും അവരുടെ ജന്മസിദ്ധ അവകാശമായ ഈശ്വരീയ പ്രാപ്തികൾ ലഭിക്കട്ടെ എന്ന ശക്തിശാലി ശുഭസങ്കൽപ്പം ഞാൻ അവരിലേക്ക് അയക്കുകയാണ്. ഹേ ആത്മാക്കളെ, ബാബ സർവ ആത്മാക്കൾക്കും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും ഈശ്വരീയ സമ്പത്ത് നൽകുവാൻ വന്നു കഴിഞ്ഞു എന്ന മനസ്സിൻ്റെ സങ്കല്പം ആ ആത്മാക്കളിൽ എത്തട്ടെ. സംഗമയുഗത്തിലെ ഈ സർവശ്രേഷ്ഠ ഭാഗ്യത്തിന് ആ ആത്മാക്കൾ യോഗ്യരായി മാറട്ടെ.